മുത്തശ്ശിയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഇതിനു മുൻപ് ഒരു തക്കാളി ചമ്മന്തി ഇട്ടിരുന്നു. ആ തക്കാളി ചമ്മന്തി എല്ലാവരും കാണണം. ഇത് വേറെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് ശരിക്കും തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ചുള്ള തക്കാളി എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 5 6 വറ്റൽമുളക് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തക്കാളിക്ക് ഞാൻ 6 വറ്റൽമുളകാണ് ചേർത്തത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 വെളുത്തുള്ളിയാണ്. അപ്പോൾ 2 വെളുത്തുള്ളിയും കൂടെ നമുക്കിതിൽ ചേർത്തിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിത് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കണം. അപ്പോഴേക്കും ഈ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വെള്ളത്തിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതെല്ലാം വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ശരിക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. തക്കാളി തിളപ്പിച്ച വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് എടുത്ത് കളയാം. നമുക്കിനി ഈ തക്കാളിയുടെ തോലിപ്പോൾ ശരിക്ക് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തോല് കളഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഈ തക്കാളിയുടെ തോലൊന്ന് പൊളിച്ചെടുത്ത് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ശരിക്കും ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ശരിക്കും പേസ്റ്റ് പോലെ ഒന്നും അരയണമെന്നില്ല, ചെറുതായിട്ട് ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ചമ്മന്തിയല്ലേ. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് ശരിക്കും പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു പിഞ്ച് ഉലവ കൂടി നമുക്കിതിൽ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു വറ്റൽമുളക് ഒന്ന് നുറുക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തക്കാളി ചമ്മന്തി നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇളക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, ഞാൻ പുളിക്ക് വേണ്ടിയിട്ട്, നമ്മൾ വാളംപുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഭയങ്കര നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ വിനാഗിരി ഒഴിവാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്തത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിനാഗിരിയും കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.